തെരഞ്ഞെടുപ്പിൽ മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനമുണ്ടായാൽ കർശന നടപടിയെന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസർ ടിക്കാറാം മീണ. സുപ്രീംകോടതി വിധി ദുർവ്യാഖ്യാനം ചെയ്യരുതെന്നും ഇത് ശബരിമല വിഷയത്തിൽ ബാധകമാണെന്നും ചീഫ് ഇലക്ടറൽ ഓഫീസർ അറിയിച്ചു. See, that is a violation of the model code of conduct if somebody gives a hate speech. മറ്റൊരു ജാതി പേര് പറഞ്ഞിട്ട് ഒരു മറ്റുള്ള ആളുടെ സ്വഭാവത്തെ ചെയ്യാനുള്ള ഒരു ശ്രമമാണ്. That is a clear violation of the model code of conduct and the notices will be issued against it. In the name of God and all, if there is an appeal. Yeah, in the name of God, if they try to, invoke certain religious feelings, that is also violation of the model code of conduct and police will take the action definitely. One more thing I wanted to tell you that as far as polling timing is concerned, Kerala tile 7 mani, Ravile 7 AM or by citing religious things or misinterpreting the Supreme Court judgment, if somebody is trying to do that, that is a clear violation of the model code of conduct. We are going to book a case against such people. ഷീജ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഷീജ, മതവും ദൈവവും ഒന്നും തെരഞ്ഞെടുപ്പിൽ പ്രചരണം ആകേണ്ടതില്ല എന്ന ശക്തമായ മുന്നറിയിപ്പാണോ നൽകിയിട്ടുള്ളത്? മറ്റെന്തൊക്കെയാണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടവുമായി ബന്ധപ്പെട്ട് ഇലക്ടറൽ ഓഫീസർ നൽകിയ നിർദ്ദേശങ്ങൾ? ആനന്ദ്, കേരളം ഏപ്രിൽ 23 പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ സ്ഥാനാർത്ഥികൾക്കും വോട്ടർമാർക്കും കൃത്യമായ നിർദ്ദേശങ്ങളും വിവരങ്ങളും തന്നെയാണ് ഇന്നിപ്പോൾ ചീഫ് ഇലക്ടറൽ ഓഫീസർ ടിക്കാറാം മീണ നൽകുന്നത്. പ്രധാനമായും അദ്ദേഹം സൂചിപ്പിച്ചത് സാമുദായിക ധ്രുവീകരണത്തിന് ഇടയാകും വിധം മതത്തെയും ദൈവത്തെയും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് തീർത്തും ചട്ടലംഘനമാണ് എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഇത് ശബരിമല വിഷയത്തിലും ഇത് ബാധകം തന്നെയാണ്. സുപ്രീം കോടതി വിധി ദുർവ്യാഖ്യാനം ചെയ്യുന്നത് അത് കുറ്റകരം തന്നെയാണ്. ഏതായാലും ഏതെല്ലാം മാനദണ്ഡം ഉപയോഗിച്ചാണ് ഇക്കാര്യങ്ങൾ എന്നുള്ള വിശദാംശങ്ങൾ എല്ലാം തന്നെ നാളെ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിച്ചിട്ടുണ്ട്. ഇതിൽ കൃത്യമായ രീതിയിൽ വ്യക്തമാക്കുന്നതായിരിക്കും. രാഷ്ട്രീയ പാർട്ടികൾ ലക്ഷ്മണരേഖ ലംഘിക്കരുത് എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് അദ്ദേഹം പ്രധാനമായും മുന്നോട്ട് വെച്ചതും. ഒപ്പം തന്നെ ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഏതായാലും നാളത്തെ യോഗത്തിൽ ചർച്ചയാവുക എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഈ മാസം 28-നാണ് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ഏപ്രിൽ 4 സൂക്ഷ്മ പരിശോധന ഏപ്രിൽ 5 നടക്കും. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ഏപ്രിൽ 8 ജനുവരി 30 പ്രസിദ്ധീകരിച്ച നിലവിലുള്ള വോട്ടർ പട്ടിക പ്രകാരം സംസ്ഥാനത്തുള്ള ആകെ വോട്ടർമാരുടെ എണ്ണം എന്ന് പറയുന്നത് 2,54,08,711 വോട്ടർമാരാണുള്ളത്. ഇതിൽ 1,22,97,403 പുരുഷ വോട്ടർമാരും 1,31,11,189 സ്ത്രീ വോട്ടർമാരുമുണ്ട്. ഇത്തവണ ട്രാൻസ്ജെൻഡർമാരുടെ എണ്ണത്തിലും വർധനമുണ്ടായിട്ടുണ്ട്. 119 പേരാണ് വോട്ടവകാശം നേടിയിരിക്കുന്നത്. ഏതായാലും വോട്ടർ പട്ടികയിലേക്ക് മാർച്ച് 25 വരെ പേര് ചേർക്കാം എന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് നിലവിലുള്ളത് 24,970 പോളിംഗ് സ്റ്റേഷനുകളാണ്. ഇതിൽ 750 പ്രശ്നബാധിത ബൂത്തുകളാണ് ഇതുവരെയായി കണ്ടെത്തിയിട്ടുള്ളത്. അദ്ദേഹം ഇന്നിപ്പോൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയ മറ്റൊരു കാര്യം, ക്രിമിനൽ പശ്ചാത്തലമുള്ള സ്ഥാനാർത്ഥികൾക്ക് കേസിന്റെ വിശദാംശങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഫോം 26 അറിയിക്കണമെന്നും ഒപ്പം തന്നെ ഈ വിവരങ്ങളെല്ലാം തന്നെ ദൃശ്യ മാധ്യമങ്ങളിലൂടെ പരസ്യപ്പെടുത്തുക ചെയ്യണമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും പൂർണ്ണമായും തെരഞ്ഞെടുപ്പിന് വേണ്ടി സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർണ്ണമായും സജ്ജമായിരിക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ആനന്ദ്. ശരി ഷീജ, വ്യക്തമാണ്. ടിക്കാറാം മീണയുടെ വാർത്താ സമ്മേളനവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് ഷീജ നൽകിയത്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ അന്തിമ തീരുമാനമെടുക്കാതെ സ്ക്രീനിംഗ് കമ്മിറ്റി. മുതിർന്ന നേതാക്കൾ പിന്മാറുന്നതിൽ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന് അതൃപ്തി. KC വേണുഗോപാൽ മത്സരിക്കില്ല. അതേസമയം ഉമ്മൻചാണ്ടി മത്സരിക്കുമെന്നാണ് സൂചന. K സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കും. വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേരുന്നുണ്ട്. സന്തോഷ്, ഒരുപക്ഷെ ഉറപ്പിക്കാൻ കഴിയുന്ന ചില പേരുകളെ സംബന്ധിക്കുന്ന വിശദാംശങ്ങളാണോ ഇത്? മറ്റു കാര്യങ്ങളൊന്നും ഇതുവരെയും ഒരു തീരുമാനത്തിലേക്ക് എത്താൻ, അന്തിമ തീരുമാനത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ആനന്ദ്, ഇപ്പോൾ ഒരു സീറ്റിൽ പോലും അന്തിമ തീരുമാനത്തിലേക്ക് സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം എത്തിയിട്ടില്ല. സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം രാവിലെ ആരംഭിച്ചിട്ട് വിവിധ നേതാക്കളുടെ അവരുടെ വ്യക്തിപരമായ നിർദ്ദേശങ്ങൾ കേൾക്കുകയായിരുന്നു ചെയ്തത്. അതിനുശേഷം ഉച്ചയോടുകൂടിയാണ് സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം മുഴുവൻ നേതാക്കളെ ഒരുമിച്ച് കണ്ടത്. ഇപ്പോൾ രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി, മുല്ലപ്പള്ളി തുടങ്ങിയ സംയുക്തമായ സ്ക്രീനിംഗ് കമ്മിറ്റിയുമായി ചർച്ച നടത്തുകയാണ്. പ്രധാനമായും ഇപ്പോൾ വന്നിരിക്കുന്ന കണ്ണൂരിന്റെ കാര്യത്തിലാണ്. രാവിലെ K സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കും എന്നറിയിച്ചിരുന്നു. അത് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചാൽ മത്സരിക്കുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കണ്ണൂരിൽ K സുധാകരന്റെ പേരാണ് ഏറ്റവും അന്തിമമായി കേൾക്കുന്നത്. പക്ഷെ മറ്റു മുതിർന്ന നേതാക്കൾ മത്സരിക്കില്ല എന്ന് പറയുന്നതിനോട് ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് നേതൃത്വത്തിന് അതൃപ്തിയുണ്ട്. തോൽവി
ആലോചിച്ചിട്ടാണ് മത്സരരംഗത്ത് നിന്ന് പിന്മാറുന്നത് എന്നാണ് ഈ പല നേതാക്കളും ഇവരെ വിമർശിച്ചത്. KC വേണുഗോപാലിന്റെ പിന്മാറ്റം കേരളത്തിൽ കോൺഗ്രസ് തോൽക്കുന്നു എന്ന പ്രതീതി സൃഷ്ടിക്കുന്നു എന്നാണ് നേതാക്കൾ പലരും ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ KC വേണുഗോപാൽ മത്സരിക്കുന്നില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ്. ഇതോടൊപ്പം തന്നെ VM സുധീരന് മത്സരിക്കാനില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഉമ്മൻചാണ്ടിയോ മുല്ലപ്പള്ളിയോ മത്സരിക്കണം എന്ന് നേതാക്കൾ പറയുന്നു. പക്ഷെ ഉമ്മൻചാണ്ടി മത്സരിക്കുന്നതിനോട് A ഗ്രൂപ്പിന് അത്ര പൂർണ്ണ തൃപ്തരല്ല. മുല്ലപ്പള്ളി ആകട്ടെ KPCC അധ്യക്ഷനായോണ്ട് മത്സരിക്കാനില്ല. അതായത് KC വേണുഗോപാലിന് മത്സരിക്കാനില്ല എന്നത് ഹൈക്കമാൻഡ് അംഗീകരിക്കുമെങ്കിൽ തന്നെയും അംഗീകരിക്കണം എന്നതാണ് മുല്ലപ്പള്ളിയുടെ ഒരു നിലപാടായി ഇപ്പോൾ പുറത്തു വരുന്നത്. ചർച്ച ഇപ്പോഴും തുടരുന്നു. ഇന്ന് വൈകുന്നേരത്തോടുകൂടി രാഹുൽ ഗാന്ധി കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി യോഗത്തിനായി ഡൽഹി വിടും. പിന്നീട് അദ്ദേഹം തമിഴ്നാടും കേരളവും സന്ദർശനത്തിൽ 15-ാം തീയതി എത്തുകയുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും 15-ാം തീയതി കഴിഞ്ഞിട്ടേ ഇനി കേരളത്തിന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ് സംബന്ധിച്ചൊരു ചർച്ച നടക്കുകയുള്ളൂ. ഇന്ന് ഏകദേശ ധാരണ ഉണ്ടാകാനുള്ള സാധ്യത പോലും കുറവാണ്. അതായത് സ്വാഭാവികമായും സ്ഥാനാർത്ഥികളെ അറിയുന്നതിന് കാലതാമസം ഉണ്ടാകുമെന്ന് ഉറപ്പാണോ? ഇപ്പോഴുള്ള സാഹചര്യത്തിൽ സ്ഥാനാർത്ഥികളെ അറിയാൻ ഇനി ഒരാഴ്ച കൂടി കാത്തിരിക്കേണ്ടി വരും. കാരണം ഓരോ മണ്ഡലത്തിലും 3-ൽ കൂടുതൽ പേരുകൾ ഉൾപ്പെടുത്തിയിട്ടാണ് കേരള നേതാക്കൾ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിന് മുന്നിലെത്തിയിട്ടുള്ളത്. സ്ക്രീനിംഗ് കമ്മിറ്റി ആകട്ടെ ഇവരോട് അറിയിച്ചിരിക്കുന്ന ഒറ്റ പേരിൽ എത്തുക എന്നാണ്. പക്ഷെ AI ഗ്രൂപ്പുകളുടെ തർക്കം മൂലം അങ്ങനെ ഒറ്റ പേരിൽ എത്താൻ കഴിയുന്നില്ല. സിറ്റിംഗ് എംപിമാരുടെ സീറ്റുകളിൽ പോലും 4 സീറ്റുകളിൽ പോലും തർക്കം നിലനിൽക്കുന്നു. ബാക്കി 8 സീറ്റുകളാണ് സിറ്റിംഗ് എംപിമാർ മത്സരിക്കട്ടെ എന്ന നിലപാടിൽ എത്തിയിരിക്കുന്നത്. എന്നാൽ സിറ്റിംഗ് എംപിമാരുടെ 4 സീറ്റുകളിൽ പോലും തർക്കമുണ്ട്. ബാക്കി സീറ്റുകളിൽ പിന്നെ 3-ൽ കൂടുതൽ സ്ഥാനാർത്ഥിയുടെ ലിസ്റ്റ്. അപ്പൊ അതുകൊണ്ട് ആദ്യം AI ഗ്രൂപ്പ് ഒരു ധാരണയിലെത്തണം. ആദ്യം വീണ്ടും സ്ക്രീനിംഗ് കമ്മിറ്റി അറിയിച്ചു വേണം തീരുമാനത്തിലെത്താൻ. ഇന്നിപ്പോൾ ഈ ധാരണയിലുണ്ടാകുന്ന ചർച്ച മാത്രമേ നടക്കുന്നുള്ളൂ. ശരി സന്തോഷ്, വ്യക്തമാണ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ അന്തിമ തീരുമാനമെടുക്കുന്നതിനാകുന്നില്ല സ്ക്രീനിംഗ് കമ്മിറ്റിക്ക്. ദില്ലിയിൽ ചേർന്ന കാലാവധി നീണ്ടുപോകാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി ലഭിക്കുന്ന സൂചനകളിൽ നിന്ന് മനസ്സിലാകുന്നത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അസൗകര്യങ്ങളുണ്ടെങ്കിൽ പാർട്ടിയെ അറിയിക്കുമെന്ന് K സുധാകരൻ. എന്നാൽ പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും. കോൺഗ്രസിലെ സീനിയർ നേതാക്കന്മാരാരും മത്സരിക്കില്ല എന്ന പ്രചരണം വാസ്തവമല്ലെന്നും സുധാകരൻ ദില്ലിയിൽ പ്രതികരിച്ചു. കേരളത്തിലെ കോൺഗ്രസ് സീനിയർ നേതാക്കന്മാർ മത്സരരംഗത്ത് നിന്ന് മാറുന്നു എന്ന പ്രചരണം ഒരിക്കലും ശരിയല്ല. കേരളത്തിലെ എല്ലാവരും ഹൈക്കമാൻഡ് പറഞ്ഞാൽ നിൽക്കുന്ന സ്ഥാനാർത്ഥികളാണ്. ആരും അതിനെ ധിക്കരിക്കുന്ന ഒരാളും കോൺഗ്രസിന് കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഞാനും ഹൈക്കമാൻഡ് പറഞ്ഞാൽ മത്സരിക്കാൻ തയ്യാറാണ്. കേരള കോൺഗ്രസ് എമ്മിലെ സ്ഥാനാർത്ഥി നിർണയ പ്രതിസന്ധി തുടരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ കേരള കോൺഗ്രസ് നേതാക്കളുടെ കൂടിക്കാഴ്ച ഇന്ന് KM മാണിയുടെ വസതിയിൽ നടക്കും. സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ KM മാണിയെ ചുമതലപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ കൂടിക്കാഴ്ചകൾ. TP പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഇന്ന് KM മാണി മാധ്യമങ്ങളോടടക്കം ഈ സ്ഥാനാർത്ഥി ആരാണ് എന്ന് പ്രഖ്യാപിക്കുമോ? ആനന്ദ്, എന്തായാലും അക്കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. പക്ഷേ കോട്ടയം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി ആരാകണം എന്ന് തീരുമാനിക്കാൻ സ്റ്റിയറിംഗ് കമ്മിറ്റി ഇന്നലെ KM മാണിയെ ചുമതലപ്പെടുത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ മണ്ഡലം ഭാരവാഹികളുമായിട്ടും അതുപോലെ തന്നെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളുമായിട്ടെല്ലാം തന്നെ കൂടിയാലോചനകൾ നടന്നു വരികയാണ്. 3 മണിയോടുകൂടി ഇവിടെ KM മാണിയുടെ വസതിയിൽ യോഗം ചേരും. യോഗം ചേർന്ന് അവരുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ ആരായുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഭാരവാഹികളെല്ലാം തന്നെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അതിനുശേഷം ഇവരുമായി കൂടിയാലോചിച്ച ശേഷമായിരിക്കും സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച കാര്യത്തിൽ തന്നെ ഒരു തീരുമാനം ഉണ്ടാവുക. അതേസമയം PJ ജോസഫ് സ്ഥാനാർത്ഥിത്വം അവകാശപ്പെട്ട് രംഗത്ത് വന്നതിനെതിരെ കോട്ടയം ജില്ലാ കമ്മിറ്റി അടക്കം രംഗത്ത് വന്നു. പ്രത്യേകിച്ച് മാണി വിഭാഗത്തിൽ നിന്നുള്ളവർ ഭരണം എന്ന് തന്നെയാണ് പ്രവർത്തകരുടെ വികാരം എന്നാണ് ജില്ലാ പ്രസിഡന്റ് സണ്ണി തെക്കേടം മാധ്യമപ്രവർത്തകരോട് അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല മറ്റുള്ളവർക്കും ജയസാധ്യതയുണ്ട്, MLA മാർ സ്ഥാനാർത്ഥികളാകേണ്ടതില്ല, മാണി വിഭാഗത്തിൽ അർഹരായവരുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ സണ്ണി തെക്കേടം വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഈ കൂടിയാലോചനയ്ക്ക് ശേഷം മാത്രമേ തങ്ങളുടെ തട്ടകത്തിൽ സ്ഥാനാർത്ഥി ആരെന്ന് KM മാണി പ്രഖ്യാപിക്കുകയുള്ളൂ. മറിച്ച് ഈ തീരുമാനം എതിരാവുകയാണെങ്കിൽ പാർട്ടിയുടെ ഒരു പിളർപ്പ് തന്നെ സാധ്യമാകുന്ന രീതിയിലേക്കായിരിക്കും കാര്യങ്ങൾ പോവുക. എന്തായാലും ഇത് സംബന്ധിച്ചിട്ടുള്ള സ്ഥാനാർത്ഥി സംബന്ധിച്ച കൂടിയാലോചനകൾ ഇപ്പോഴും പാലായിലെ വസതിയിൽ തുടരുകയാണ്. ശരി പ്രശാന്ത്, വ്യക്തമാണ് വിശദാംശങ്ങൾ. കേരള കോൺഗ്രസ് എമ്മിലും പ്രതിസന്ധി രൂക്ഷമായി തുടരുകയാണ്. സീറ്റ് ആർക്ക് നൽകണമെന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് ബോണ്ടിനെതിരായ ഹർജികൾ പരിഗണിക്കുന്നത് സുപ്രീം കോടതി മാർച്ച് 26-ലേക്ക് മാറ്റി. നരേന്ദ്രമോദി സർക്കാർ പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പ് ബോണ്ട് സമ്പ്രദായത്തിനെതിരെ CPIM അടക്കം വിവിധ സംഘടനകളാണ് സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചിട്ടുള്ളത്. കേന്ദ്ര ഭരണകക്ഷിക്ക് കോർപ്പറേറ്റ് ഫണ്ട് ലഭിക്കുന്നതിനുള്ള മാർഗമാണ് നിലവിലെ തെരഞ്ഞെടുപ്പ് ബോണ്ട് സമ്പ്രദായം എന്നാണ് CPIM അടക്കമുള്ള ഹർജിക്കാരുടെ വാദം.
നിലവിലെ സംവിധാനം മാറ്റി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മേൽനോട്ടത്തിൽ ഫണ്ട് സമാഹരിച്ച് തെരഞ്ഞെടുപ്പ് ഫണ്ടിംഗ് നടത്തണമെന്നാണ് CPIM-ന്റെ ആവശ്യം. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുക. വടകര പാർലമെന്റ് മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള ആവേശമാണ് നാടെങ്ങും കാണാൻ കഴിയുന്നതെന്ന് LDF സ്ഥാനാർത്ഥി P. ജയരാജൻ. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനൊപ്പം കുടിവെള്ളം എത്തിക്കുന്നതിനും സാന്ത്വന പരിചരണ രംഗത്തും LDF പ്രവർത്തകർ സജീവമാകണമെന്നും P. ജയരാജൻ ആവശ്യപ്പെട്ടു. വടകര പാതിരാക്കരയിൽ CPIM അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു P. ജയരാജൻ. നഷ്ടപ്പെട്ട വടകര മണ്ഡലം തിരിച്ചുപിടിക്കും എന്നുള്ള ആവേശകരമായിട്ടുള്ള അനുഭവമാണ് ഇവിടെ വന്നപ്പോഴും ഉണ്ടായത്. അപ്പൊ ഞങ്ങൾ എന്തായാലും തിരിച്ചു പിടിച്ചിരിക്കും. അപ്പോൾ തിരിച്ചു പിടിക്കാൻ എന്നെ മുന്നിൽ നിർത്തിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് സമരമാണ് നടക്കുന്നത്. തീർച്ചയായിട്ടും ആ സമരം നമുക്ക് ഒന്നിച്ച് നടത്താം. വടകര മണ്ഡലത്തിന്റെ രാഷ്ട്രീയ പ്രബുദ്ധത ഉയർത്തിപ്പിടിക്കാം. വോട്ടെടുപ്പ് നടന്ന് വോട്ടെണ്ണി ഫലം പ്രഖ്യാപിക്കുമ്പോൾ ചരിത്ര വിജയമായിട്ട് വടകര മണ്ഡലത്തിലെ LDF-ന്റെ വിജയം മാറത്തക്ക നിലയിൽ ചിട്ടയായിട്ടുള്ള പ്രവർത്തനം നമുക്ക് നടത്താനാകും. തെരഞ്ഞെടുപ്പിൽ ഫ്ലക്സ് ബോർഡുകൾ നിരോധിച്ചുകൊണ്ട് ഹൈക്കോടതി ഉത്തരവുണ്ടായിരിക്കുന്നു. സാലി മുഹമ്മദ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സാലി, ഒരുപക്ഷെ നമ്മുടെ ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ അറിയിക്കുന്നത് പരിസ്ഥിതി സൗഹൃദം ആയിരിക്കണം ഇലക്ഷൻ എന്നാണ്. അതിനെ കിടപിടിക്കുന്ന നിലയിലാണോ ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിരിക്കുന്നത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ആനന്ദ്, ദേശീയ ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശത്തിന് ഉപരിയായ ഒരു നിർദ്ദേശം, അതായത് ഫ്ലക്സുകൾ പൂർണ്ണമായി നിരോധിച്ചുകൊണ്ടുള്ള ഒരു നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വന്നിരിക്കുകയാണ്. അതായത് ഒരു ഇടക്കാല ഉത്തരവായി ഇപ്പോൾ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് പുറപ്പെടുവിച്ചിരിക്കുന്നു. ആറ്റിങ്ങൽ സ്വദേശിയായ ശ്യാംകുമാർ എന്നയാളാണ് ഇത്തരമൊരു ഹർജിയുമായി കോടതിയിലെത്തിയത്. അതായത് ഫ്ലക്സ് ബോർഡുകൾ, ഈ ഇലക്ഷൻ വരികയാണ്, ഫ്ലക്സ് ബോർഡുകൾ വ്യാപകമായി ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്, അത് പരിസ്ഥിതിക്ക് ദോഷകരമാണ്, അതിന്റെ ഉപയോഗം തടയണം എന്നായിരുന്നു ഈ ഹർജിക്കാരന്റെ ആവശ്യം. അപ്പോൾ സർക്കാരിനോട് കോടതി നിലപാട് തേടി. അപ്പൊ സർക്കാർ പറഞ്ഞത് സമാന സ്വഭാവമുള്ള ഒരു ഹർജി മറ്റൊരു ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയിലുണ്ട്, അത് ഒരുമിച്ച് പരിഗണിച്ച് ഉത്തരവ് പുറപ്പെടുവിക്കണമെന്നായിരുന്നു. ഇലക്ഷൻ കമ്മീഷനോടും ഹൈക്കോടതി നിലപാട് തേടിയിരുന്നു. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് പരിസ്ഥിതി സൗഹൃദമായിരിക്കണം പ്രചരണം എന്ന നിർദ്ദേശം ഇലക്ഷൻ കമ്മീഷൻ കഴിഞ്ഞ ദിവസം തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകിയിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ കൂടി വേണം ഒരു ഉത്തരവ് പുറപ്പെടുവിക്കാൻ എന്ന് രണ്ട് കക്ഷികളും ആവശ്യപ്പെട്ടിരുന്നു. ഇതിനെ തുടർന്നാണ് ഒരു ഇടക്കാല ഉത്തരവ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് പുറപ്പെടുവിച്ചത്. അതായത് ഫ്ലക്സുകളുടെ ഉപയോഗം നിരോധിച്ചു. നശിക്കാൻ സാധ്യതയില്ലാത്ത, മണ്ണിൽ അലിഞ്ഞു ചേരാൻ സാധ്യതയില്ലാത്ത ഫ്ലക്സ് ബോർഡുകൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിന് വേണ്ടി സ്ഥാനാർത്ഥികൾ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ഈ ഇടക്കാല ഉത്തരവിൽ തന്നെ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. പ്രചരണത്തിന് പരിസ്ഥിതി സൗഹൃദമായ വസ്തുക്കൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇത്തരം വസ്തുക്കൾ മാത്രമേ പ്രചരണത്തിന് ഉപയോഗിക്കൂ എന്ന് ഉറപ്പുവരുത്തേണ്ട ചുമതല ജില്ലാ ഇലക്ഷൻ ഓഫീസർക്കും സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനും ആയിരിക്കും എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിന്മേൽ വിശദമായ വാദം കേട്ട് പിന്നീട് വിശദമായ ഒരു വിധി പുറപ്പെടുവിക്കും. ഇതൊരു ഇടക്കാല ഉത്തരവാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നശിച്ചു പോകാത്ത തരം ഫ്ലക്സ് ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അത് സ്വാഭാവികമായും രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രചരണ രംഗത്ത് വലിയ തിരിച്ചടിയാവും എന്നാണ് നിഗമനം. ഏതായാലും ഫ്ലക്സുകൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവില്ല എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ശരി സാലി, വ്യക്തമാണ്. ഏതായാലും തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം കൂടുതൽ തലവേദന സൃഷ്ടിക്കുന്ന ഒരു ഉത്തരവ് കൂടിയാണ്. കാരണം പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന രീതിയിൽ പരിസ്ഥിതി സൗഹൃദമായി പ്രചരണ രംഗത്തേക്ക് കടക്കേണ്ടി വരും. ഫ്ലക്സ് ബോർഡുകൾ വ്യാപകമായി ഉപയോഗിക്കാറുണ്ട് എല്ലാ പാർട്ടികളും, അതിൽ നിന്ന് മാറേണ്ടതുണ്ട്. ആ നിലയിലേക്ക് കൂടി ഹൈക്കോടതി ഒരു കർശനമായ നിർദ്ദേശം, ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു. സാലി മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്. പാറശാലയിൽ വീണ്ടും RSS അക്രമം. ഇന്ന് പുലർച്ചെ 2:30-ഓടെ CPIM പാറശാല ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബിജുവിന്റെ വീട് ആക്രമിച്ചു. 8ഓളം വരുന്ന സംഘപരിവാർ പ്രവർത്തകരാണ് അക്രമം നടത്തിയതെന്ന് CPIM ആരോപിച്ചു. ജനൽ ചില്ലുകൾ പൂർണ്ണമായി തകർത്തു. ഇരുചക്രവാഹനവും അക്രമികൾ നശിപ്പിച്ചു. ഇതേ സമയത്താണ് പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷിന്റെ വീട്ടിലും അക്രമമുണ്ടായത്. ബൈക്കിലാണ് അക്രമി സംഘം എത്തിയത്. കഴിഞ്ഞ ദിവസം രാത്രി ഇഞ്ചിവിളയിലും സമാനമായ അക്രമങ്ങൾ ഉണ്ടായിരുന്നു. പോലീസ് പ്രദേശത്ത് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. പുൽവാമ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരിൽ ഒരാളായ മുദാസിർ അഹമ്മദ് ഖാൻ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. ദക്ഷിണ കശ്മീരിലെ ത്രാലിൽ സൈന്യവുമായി നടന്ന ഏറ്റുമുട്ടലിലാണ് മുദാസിർ അഹമ്മദ് ഖാൻ കൊല്ലപ്പെട്ടുവെന്ന വിവരം ലഭിക്കുന്നത്. ഏറ്റുമുട്ടലിൽ 3 ഭീകരർ കൊല്ലപ്പെട്ടതായാണ് വിവരം.
ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട മറ്റ് 2 പേരെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഭീകരാക്രമണം നടന്ന പുൽവാമ ജില്ലയിലെ ത്രാലിൽ ഭീകരർ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് സൈന്യം തെരച്ചിൽ നടത്തുകയായിരുന്നു. സൈന്യത്തിന് നേരെ ഭീകരർ വെടിയുതിർത്തു. ഭീകര സംഘടനകളിലേക്ക് പ്രദേശവാസികളെ റിക്രൂട്ട് ചെയ്യുന്നതിന്റെ ചുമതലക്കാരനായിരുന്നു കൊല്ലപ്പെട്ട ജെയ്ഷെ മുഹമ്മദ് കമാൻഡർ മുദാസിർ. പുൽവാമയിലെ ചാവേർ ആക്രമണത്തിന് ആവശ്യമായ വാഹനവും സ്ഫോടക വസ്തുക്കളും എത്തിച്ചത് ഇയാളാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് തെളിവ് നേരത്തെ ലഭിച്ചിരുന്നു. സംഝോത സ്ഫോടന കേസിൽ NIA കോടതി ഇന്ന് വിധി പറയും. 2007 ഫെബ്രുവരി 18-ന് ഹരിയാനയിലെ പാനിപ്പത്തിൽ വെച്ച് നടന്ന സ്ഫോടനത്തിൽ 68 പേരാണ് കൊല്ലപ്പെട്ടത്. പഞ്ച്കുള NIA കോടതിയാണ് കേസിൽ വിധി പറയുക. 8 പ്രതികളുള്ള കേസിൽ 4 പേരാണ് ഇന്ന് കോടതിയിൽ ഹാജരാവുക. സ്വാമി അസീമാനന്ദ്, ലോകേഷ് ശർമ്മ, കമൽ ചൌഹാൻ, രജീദർ ചൌധരി എന്നിവരാണ് കേസിൽ പിടിയിലായിട്ടുള്ളത്. ഇതിൽ ജാമ്യം ലഭിച്ച സ്വാമി അസീമാനന്ദ് ഒഴികെ ബാക്കിയുള്ളവർ ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. കേസിലെ മുഖ്യ സൂത്രധാരൻ സുനിൽ ജോഷി 2007-ൽ കൊല്ലപ്പെട്ടിരുന്നു. രാമചന്ദ്ര കൽസൻഗാര, സന്ദീപ് ധാഗോയ്, അമിത് എന്നീ 3 പ്രതികൾ ഇപ്പോഴും ഒളിവിലാണ്. കോൺഗ്രസും BJPയും ഒരേ നാണയത്തിന്റെ 2 വശങ്ങളെന്ന് നടൻ പ്രകാശ് രാജ്. ബംഗളൂരു ഗാന്ധി ഭവനിൽ സംഘടിപ്പിച്ച പ്രബുദ്ധ ഭാരതം സെമിനാറിലാണ് പ്രകാശ് രാജ് ഇരു പാർട്ടികൾക്കും എതിരെ ആഞ്ഞടിച്ചത്. ബംഗളൂർ സെൻട്രൽ മണ്ഡലത്തിൽ മത്സരിക്കാനൊരുങ്ങുന്ന പ്രകാശ് രാജിന് സ്വരാജ് പാർട്ടി, ആം ആദ്മി പാർട്ടി തുടങ്ങിയ കക്ഷികളും കർഷക സംഘടനകളും പിന്തുണ അറിയിച്ചിട്ടുണ്ട്. സാമ്പത്തിക സംവരണത്തിനെതിരെ സമർപ്പിച്ച പൊതു താൽപര്യ ഹർജികൾ പരിഗണിക്കുന്നത് സുപ്രീംകോടതി മാർച്ച് 28-ലേക്ക് മാറ്റി. ഹർജി 5-അംഗ ഭരണഘടനാ ബെഞ്ചിന് അയക്കുന്ന കാര്യം പരിശോധിക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് നിരീക്ഷിച്ചു. രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. ഭരണഘടനാ ഭേദഗതി സ്റ്റേ ചെയ്യണമെന്ന ഹർജിക്കാരുടെ ആവശ്യം കോടതി അംഗീകരിച്ചിട്ടില്ല. സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന ഭരണഘടനയുടെ 15, 16 അനുച്ഛേദങ്ങളുടെ ഭേദഗതി ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുമായി ചേർന്നു പോകുന്നതല്ല എന്നാണ് ഹർജി ചൂണ്ടിക്കാട്ടുന്നത്. 1973-ലെ കേശവാനന്ദ ഭാരതി കേസിലും 1993-ലെ ഇന്ദിരാ സാഹ്നി കേസിലും സാമ്പത്തിക സംവരണത്തിനെതിരായ സുപ്രീം കോടതി പരാമർശങ്ങൾ ഹർജിക്കാർ ചൂണ്ടിക്കാട്ടിയിരുന്നു. തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചതോടെ രാജ്യത്തെ ഏറ്റവും വലിയ ജനാധിപത്യ മാമാങ്കത്തിനാണ് കൊടിയേറിയത്. കേന്ദ്രം ഭരിക്കുന്ന NDA ഒരു വശത്തും 21 പ്രതിപക്ഷ കക്ഷികൾ മറുവശത്തും അണിനിരക്കുന്ന തെരഞ്ഞെടുപ്പിനായി രാജ്യവും ഒരുങ്ങുന്നു. 2014-ൽ കുറഞ്ഞ ഭൂരിപക്ഷത്തിന് BJP ജയിച്ച 117 സീറ്റുകൾ ഇത്തവണ NDAയുടെ വിജയപരാജയം നിശ്ചയിക്കും. 3 സംസ്ഥാനങ്ങളിലെ സർക്കാരുകളെ തള്ളിയിട്ട കർഷക പ്രക്ഷോഭങ്ങൾ, നോട്ടുമാറ്റമുണ്ടാക്കിയ ദുരിതം, GSTയിലൂടെ അടിത്തറ തകർന്ന ചെറുകിട കച്ചവട മേഖല, 2019-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ പോകുന്ന വിഷയങ്ങൾ നിരവധി. 3 ദശാബ്ദത്തിനു ശേഷം ആദ്യമായാണ് BJPക്ക് 2014-ൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയത്. പക്ഷേ 5 വർഷത്തിനു ശേഷം കാര്യങ്ങൾ ഏറെ മാറിയിരിക്കുന്നു. ഉത്തർപ്രദേശ്, കർണാടക, ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിൽ നിന്നായി വെറും 10% താഴെ മാത്രം ഭൂരിപക്ഷത്തിൽ BJP വിജയിച്ച 117 ലോക്സഭാ മണ്ഡലങ്ങളിൽ കാര്യങ്ങൾ ഇത്തവണ അനുകൂലമല്ല. ഉത്തർപ്രദേശിൽ 10,000 താഴെ മാത്രം ഭൂരിപക്ഷത്തിലാണ് 34 സീറ്റിൽ ജയിച്ചത്. സമാജ്വാദിയും BSPയും സഖ്യമായതോടെ ഈ സീറ്റുകളിൽ BJP പരാജയപ്പെടുമെന്ന് സർവേകൾ ചൂണ്ടിക്കാട്ടുന്നു. കർണാടകയിലും ജാർഖണ്ഡിലുമായി 10ഓളം സീറ്റുകളിൽ 2014-ൽ ഭൂരിപക്ഷം 10,000-ൽ താഴെയായിരുന്നു. ഇവിടങ്ങളിൽ വോട്ട് ചോർച്ച തടയാൻ പ്രതിപക്ഷം സഖ്യമായി മത്സരിക്കുന്നു. പശ്ചിമബംഗാൾ, തമിഴ്നാട് സംസ്ഥാനങ്ങളിലായി കഴിഞ്ഞ തവണ ആകെ ലഭിച്ച 5 സീറ്റ് ഇത്തവണ ഒപ്പമുണ്ടാകില്ലെന്നും സൂചന. കേരളത്തിലെ 20 സീറ്റുകളിലും പ്രതീക്ഷ വേണ്ടെന്നാണ് BJP കേന്ദ്ര നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസ് മുഴുവൻ സ്ഥാനാർത്ഥി ലിസ്റ്റും പ്രഖ്യാപിച്ചിട്ടില്ല. നിലവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ പ്രകാരം സീറ്റുകളേറെയും സഖ്യകക്ഷികൾക്ക് നൽകേണ്ടി വരുന്ന അവസ്ഥയാണ്. പ്രാദേശിക പാർട്ടികൾ ചുവടുറപ്പിക്കാം. 130 മില്യൺ വരുന്ന യുവ വോട്ടർമാരുടെ മനസ്സ് ആർക്കൊപ്പമായിരിക്കും എന്നതാണ് പ്രധാനം. ന്യൂസ് ബ്യൂറോ, ദില്ലി. ആലപ്പുഴ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ മണ്ഡലം കൺവെൻഷൻ ഇന്ന് വൈകിട്ട് 4 മണിക്ക് ടൗൺ ഹാളിൽ നടക്കുന്ന കൺവെൻഷൻ പുന്നപ്ര സമരസേനാനി VS അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്യും. ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് ഗംഭീര സ്വീകരണമാണ് മണ്ഡലത്തിൽ ലഭിക്കുന്നത്.
കഴിഞ്ഞ ദിവസം റോഡ് ഷോയിലൂടെ ആലപ്പുഴ നഗരത്തിൽ പര്യടനം നടത്തിയ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഇന്നലെ മണ്ഡലത്തിലെ ഇടതുപക്ഷ വനിതാ പാർലമെന്റ് യോഗങ്ങളിലും പങ്കെടുത്തു. വളരെ ആവേശകരമായ സ്വീകരണമാണ് ആരിഫിന് ലഭിച്ചത്. ഇന്ത്യ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഇടതുപക്ഷമായിരിക്കുമെന്ന് യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ച പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ പറഞ്ഞു. വളരെ തന്ത്രപരമായ ഒരു സ്ഥിതിയാണ്. നമ്മുടെ ആരിഫിനെ പാർലമെന്റിലേക്ക് അയക്കുമ്പോൾ ആ ഇന്ത്യ ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന ഒരു പാർലമെന്റ് മെമ്പറായിരിക്കും സഖം ആരിഫ് എന്നുള്ള കാര്യം മനസ്സിലാക്കി. മുൻ MP CS സുജാത വനിതാ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്തു. ഇതിനിടയിൽ വേദിയിലെത്തിയ സ്ഥാനാർത്ഥി AM ആരിഫിന് ഗംഭീര സ്വീകരണമാണ് നൽകിയത്. ആലപ്പുഴയുടെ സമഗ്ര വികസനത്തിന് താൻ ഒപ്പമുണ്ടെന്ന ഉറപ്പു നൽകിയാണ് ആരിഫ് വേദി വിട്ടത്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. സംസ്ഥാന റവന്യൂ വകുപ്പ് ഭവനരഹിതർക്കായി ആവിഷ്കരിച്ച ഭൂമിഗീതം പദ്ധതിയുടെ ഭാഗമായി തൃശൂരിൽ നിർമ്മിച്ച വീടുകളുടെ താക്കോലുകൾ കൈമാറി. ഇന്ത്യയിലെ പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ കല്യാൺ ജ്വല്ലേഴ്സുമായി സഹകരിച്ചാണ് സംസ്ഥാന സർക്കാർ പദ്ധതി നടപ്പിലാക്കിയത്. 24 വീടുകളാണ് ഭവനരഹിതർക്കായി ഒരുക്കിയത്. തൃശൂരിൽ നടന്ന ചടങ്ങ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. കൃഷിമന്ത്രി VS സുനിൽകുമാറും കല്യാൺ ജ്വല്ലേഴ്സ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ TS പട്ടാഭിരാമനും ചേർന്ന് വീടുകളുടെ താക്കോൽ കൈമാറി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, ജില്ലാ കളക്ടർ TV അനുപമ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ഇന്ന് ഔദ്യോഗിക തുടക്കമാകും. വൈകിട്ട് 4 മണിക്ക് തൃശൂർ ടൗൺ ഹാളിൽ നടക്കുന്ന LDF കൺവെൻഷനിൽ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി, CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ എന്നിവർ പങ്കെടുക്കും. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച LDF സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസ് മണ്ഡലത്തിൽ ഏറെ മുന്നിലാണ്. ഇപ്പോഴും കലാപം തുടരുന്ന കോൺഗ്രസിൽ തൃശൂരിൽ ആരെ മത്സരിപ്പിക്കണമെന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാനായിട്ടില്ല. BJPയിലും ഗ്രൂപ്പ് തർക്കങ്ങൾ കാരണം ഇനിയും സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. LDF കൺവെൻഷനിൽ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബേബി ജോൺ, സംസ്ഥാന തുറമുഖ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി തുടങ്ങിയ പ്രമുഖ നേതാക്കളും പങ്കെടുക്കും.